ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു എ ബ്രാൻഡ് ന്യൂ എപ്പിസോഡ് ഓഫ് ബോക്സ് ഓഫീസ് മെമ്മറീസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 1989 പുറത്തിറങ്ങിയ ശ്രീനിവാസൻ അഭിനയിച്ച ചിത്രങ്ങളെക്കുറിച്ചുള്ള വിശകലനങ്ങളാണ്. ശ്രീനിവാസനെ സംബന്ധിച്ചിടത്തോളം 1989 ഏറെ നിർണായകമായൊരു വർഷമായിരുന്നു. ശ്രീനിവാസൻ മുഴുനീള നായകവേഷങ്ങളിലേക്കുള്ള ചുവടുമാറ്റം നടത്തിയ വർഷമായിരുന്നു 1989. 89 ശ്രീനിവാസൻ ആകെ 6 ചിത്രങ്ങളിലാണ് അഭിനയിച്ചത്. ഇനി ഏതൊക്കെയാണ് ഈ ചിത്രങ്ങളെന്ന് നോക്കാം. 89 ശ്രീനിവാസൻ അഭിനയിച്ച ആദ്യത്തെ ചിത്രമായിരുന്നു ഫെബ്രുവരി 9 തിയേറ്ററുകളിലെത്തിയ പൂരം. നെടുമുടി വേണു ആദ്യമായി സംവിധാനം ചെയ്ത ചിത്രമെന്ന പ്രത്യേകതയോടെ തിയേറ്ററുകളിലെത്തിയ ചിത്രമായിരുന്നു പൂരം. ഡേവിഡ് കാച്ചപ്പള്ളി നിർമ്മിച്ച ഈ ചിത്രത്തിൽ നെടുമുടി വേണു ആയിരുന്നു പ്രധാനപ്പെട്ട വേഷം കൈകാര്യം ചെയ്തത്. വിഷ്ണു എന്ന പുതുമുഖം നായകനായെത്തിയ ഈ ചിത്രത്തിലൂടെയാണ് മാധു ആദ്യമായി മലയാളത്തിൽ നായികാ വേഷത്തിൽ അരങ്ങേറ്റം കുറിച്ചത്. ശ്രീനിവാസൻ ഈ ചിത്രത്തിൽ നടേശൻ എന്നൊരു കഥാപാത്രത്തെയായിരുന്നു അവതരിപ്പിച്ചിരുന്നത്. തിലകൻ, ജഗദീഷ്, മുരളി, ഇന്നസെന്റ്, മാമുക്കോയ തുടങ്ങിയവരും പ്രധാനപ്പെട്ട വേഷങ്ങൾ കൈകാര്യം ചെയ്ത പൂരം ഏറെ പ്രതീക്ഷയോടെയായിരുന്നു തിയേറ്ററുകളിലെത്തിയിരുന്നതെങ്കിലും ബോക്സ് ഓഫീസിൽ ഈ ചിത്രം പരാജയമായി മാറി. വളരെ ചെറിയൊരു റോളിലെത്തിയത് കൊണ്ട് തന്നെ ശ്രീനിവാസനും ഈ ചിത്രത്തിൽ കാര്യമായി ശോഭിക്കാൻ കഴിഞ്ഞില്ല. നെടുമുടി വേണു തന്നെ തിരക്കഥാ സംഭാഷണം ഒരുക്കിയ ഈ ചിത്രത്തിൻ്റെ സംഗീത സംവിധാനം MG രാധാകൃഷ്ണനായിരുന്നു നിർവഹിച്ചിരുന്നത്. 89 ശ്രീനിവാസൻ അഭിനയിച്ച രണ്ടാമത്തെ ചിത്രമായിരുന്നു ഏപ്രിൽ 7 തിയേറ്ററുകളിലെത്തിയ മോഹൻലാലിൻ്റെ വരവേൽപ്പ്. ഈ ചിത്രത്തിൽ ശ്രീനിവാസൻ ഒരു വെഹിക്കിൾ ഇൻസ്പെക്ടർ വേഷത്തിലായിരുന്നു എത്തിയിരുന്നത്. ഈ ചിത്രം കുടുംബ പ്രേക്ഷകരുടെ ജനപ്രിയ സംവിധായകൻ സത്യനന്ദിക്കാടായിരുന്നു സംവിധാനം ചെയ്തിരുന്നത്. മോഹൻലാൽ പ്രവാസ ജീവിതം മതിയാക്കി നാട്ടിലെത്തുന്ന മുരളി എന്ന യുവാവിൻ്റെ കഥാപാത്രമായി തന്മയത്തോടെയുള്ള അതിഗംഭീര അഭിനയം കാഴ്ചവെച്ച ഈ ചിത്രം കോമഡിക്ക് പ്രാധാന്യം നൽകിയെടുത്ത ഫാമിലി സെൻറ്റിമെൻ്റൽ ചിത്രമായിരുന്നു. ഈ ചിത്രത്തിൻ്റെ തിരക്കഥയൊരുക്കിയത് ശ്രീനിവാസനാണ്. KRG മൂവീസിൻ്റെ ബാനറിൽ K രാജഗോപാൽ നിർമ്മിച്ച ഈ ചിത്രം ആദ്യ വാരങ്ങളിൽ തരക്കേടില്ലാത്ത കളക്ഷൻ നേടിയെങ്കിലും ലോങ് റണ്ണിൽ ചിത്രത്തിന് കാര്യമായ നേട്ടമുണ്ടാക്കാനായില്ല. അതുകൊണ്ട് തന്നെ ബോക്സ് ഓഫീസിൽ ആവറേജ് വിജയം നേടാൻ മാത്രമേ ഈ ചിത്രത്തിനായുള്ളൂ. രേവതി നായികയായി എത്തിയ ഈ ചിത്രത്തിൽ തൊഴിലാളി നേതാവിൻ്റെ വേഷത്തിലെത്തിയ മുരളിയും ഗംഭീര പ്രകടനമായിരുന്നു കാഴ്ചവെച്ചിരുന്നത്. ജഗദീഷ്, തിലകൻ, ഇന്നസെന്റ്, ജനാർദ്ദനൻ, ഒടുവിൽ ഉണ്ണികൃഷ്ണൻ, മാമുക്കോയ, ശങ്കരാടി എന്നിവരായിരുന്നു മറ്റു പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. ജോൺസൺ സംഗീത സംവിധാനം നിർവഹിച്ച മനോഹരമായ ഗാനങ്ങളും ചിത്രത്തിന് മുതൽക്കൂട്ടായിരുന്നു. 89 ശ്രീനിവാസൻ അഭിനയിച്ച മൂന്നാമത്തെ ചിത്രമായിരുന്നു തൻ്റെ കരിയറിലെ തന്നെ ഏറെ നിർണായകമായി മാറിയ വടക്ക് നോക്കി യന്ത്രം. ശ്രീനിവാസൻ ആദ്യമായി സംവിധാനം ചെയ്ത ഈ ചിത്രത്തിൽ ശ്രീനിവാസൻ തന്നെയായിരുന്നു നായക കഥാപാത്രത്തെ അവതരിപ്പിച്ചത്. കോമഡിയുടെ മേമ്പടിയോടെ അവതരിപ്പിച്ച ഈ ഫാമിലി ഡ്രാമ ചിത്രം ഏറെ നിരൂപകശ്രദ്ധ നേടുകയുണ്ടായി. അതുകൊണ്ട് തന്നെ 1989 മികച്ച ചിത്രത്തിനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം നേടിയെടുത്ത ചിത്രം കൂടിയായിരുന്നു വടക്കു നോക്കി യന്ത്രം. ശ്രീനിവാസൻ തളത്തിൽ ദിനേശൻ എന്ന കഥാപാത്രമായി രംഗപ്രവേശം ചെയ്ത ഈ ചിത്രത്തിൻ്റെ തിരക്കഥാ സംഭാഷണവും ശ്രീനിവാസൻ തന്നെയായിരുന്നു നിർവഹിച്ചിരുന്നത്. ഇന്നും ക്ലാസിക് ചിത്രമായി അറിയപ്പെടുന്ന വടക്കു നോക്കി യന്ത്രം എന്നാൽ ബോക്സ് ഓഫീസിൽ വേണ്ട രീതിയിൽ ശോഭിച്ചില്ല. കുടുംബ പ്രേക്ഷകരുടെ പിന്തുണയിൽ ഈ ചിത്രം തരക്കേടില്ലാത്ത കളക്ഷൻ നേടിയെങ്കിലും ബോക്സ് ഓഫീസിൽ വെറും ആവറേജ് വിജയം മാത്രമേ ഈ ചിത്രത്തിന് നേടാൻ കഴിഞ്ഞുള്ളൂ. മെയ് 25 തിയേറ്ററുകളിലെത്തിയ ഈ ചിത്രം കാവ്യകലാ ഫിലിം യൂണിറ്റ് ആയിരുന്നു നിർമ്മിച്ചിരുന്നത്. പാർവതി നായികയായെത്തിയ ഈ ചിത്രത്തിൽ ഇന്നസെന്റ്, ബൈജു, KPS ലളിത, CI പോൾ, ലാലു അലക്സ്, ലിസി, ജഗദീഷ് തുടങ്ങിയവരായിരുന്നു പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. ജോൺസൺ ആയിരുന്നു ഈ ചിത്രത്തിൻ്റെ സംഗീത സംവിധാനം നിർവഹിച്ചത്. 89 ശ്രീനിവാസൻ അഭിനയിച്ച അടുത്ത ചിത്രമായിരുന്നു ജൂലൈ 14 തിയേറ്ററുകളിലെത്തിയ രുക്മിണി. ഒരു അവാർഡ് കാറ്റഗറിയിൽപ്പെടുത്താവുന്ന ഈ ചിത്രത്തിൻ്റെ സംവിധാനം നിർവഹിച്ചത് KP കുമാരനായിരുന്നു. 1988 മികച്ച സംവിധായകനുള്ള പുരസ്കാരം നേടിയെടുത്ത ഈ ചിത്രം ഏറെ നിരൂപശ്രദ്ധ നേടിയെങ്കിലും ബോക്സ് ഓഫീസിൽ വേണ്ട രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ടില്ല. ശ്രീനിവാസൻ തരക്കേടില്ലാത്തൊരു കഥാപാത്രത്തെ അവതരിപ്പിച്ച ഈ ചിത്രത്തിൽ അഞ്ജു ആയിരുന്നു കേന്ദ്ര കഥാപാത്രമായ രുക്മിണിയെ അവതരിപ്പിച്ചത്. നെടുമുടി വേണു, അശോകൻ, ലിസി, ഇന്നസെന്റ് തുടങ്ങിയവരും പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച ഈ ചിത്രത്തിൻ്റെ കഥ മാധവിക്കുട്ടിയായിരുന്നു നിർവഹിച്ചിരുന്നത്. ഫിലിം ഫോം നിർമ്മാണം നിർവഹിച്ച ഈ ചിത്രത്തിൻ്റെ തിരക്കഥയൊരുക്കിയത് മാധവിക്കുട്ടിയും സംവിധായകനായ KP കുമാരനും ചേർന്നായിരുന്നു.
89-ൽ ശ്രീനിവാസൻ അഭിനയിച്ച അടുത്ത ചിത്രമായിരുന്നു ജൂലൈ 28 തിയേറ്ററുകളിലെത്തിയ മമ്മൂട്ടിയുടെ അർത്ഥം. ശ്രീനിവാസൻ ഈ ചിത്രത്തിൽ PS നെന്മാറ എന്ന വക്കീലിന്റെ വേഷത്തിലായിരുന്നു എത്തിയിരുന്നത്. സത്യനാന്തിക്കാട് സംവിധാനം ചെയ്ത ഈ ഫാമിലി ത്രില്ലർ ചിത്രത്തിൽ മമ്മൂട്ടി ബെൻ നരേന്ദ്രൻ എന്ന അതിശക്തനായ കഥാപാത്രത്തെയായിരുന്നു അവതരിപ്പിച്ചിരുന്നത്. മുരളി വില്ലൻ വേഷം കൈകാര്യം ചെയ്ത ഈ ചിത്രത്തിൽ ശരണ്യായിരുന്നു നായിക. ശ്രീനിവാസന് ഈ ചിത്രത്തിൽ മികച്ചൊരു വേഷമായിരുന്നു ലഭിച്ചത്. മമ്മൂട്ടിയുടെ കൂടെ മുഴുനീള ക്യാരക്ടർ വേഷത്തിലായിരുന്നു ശ്രീനിവാസൻ ഈ ചിത്രത്തിൽ അഭിനയിച്ചത്. അതുകൊണ്ട് തന്നെ മികച്ച പ്രേക്ഷക ശ്രദ്ധ നേടാൻ അർത്ഥത്തിലൂടെ ശ്രീനിവാസനായി. ജയറാം, കൊല്ലം തുളസി, മാമുക്കോയ, ഫിലോമിന, മോഹൻരാജ്, പാർവതി തുടങ്ങി നിരവധി താരങ്ങൾ അണിനിരുന്ന ഈ ചിത്രത്തിന്റെ തിരക്കഥാ സംഭാഷണം വേണു നാഗവള്ളിയായിരുന്നു നിർവഹിച്ചിരുന്നത്. നല്ലൊരു ചിത്രമായിട്ടും അർത്ഥം അക്കാലത്ത് വേണ്ട രീതിയിൽ പ്രേക്ഷക ശ്രദ്ധ നേടാൻ കഴിഞ്ഞില്ല. പിൽക്കാലത്ത് വീഡിയോ വിപണിയിൽ ഏറെ തരംഗമായി തീർന്ന അർത്ഥം നിരവധി ചിത്രങ്ങളുടെ കുത്തഴക്കിൽ, അതുകൊണ്ട് തന്നെ ബോക്സ് ഓഫീസിൽ ആവറേജ് വിജയം മാത്രമേ നേടാൻ കഴിഞ്ഞുള്ളൂ. ജോൺസൺ ആയിരുന്നു ഈ ചിത്രത്തിന്റെ സംഗീത സംവിധാനം നിർവഹിച്ചത്. 1989-ൽ ശ്രീനിവാസൻ അഭിനയിച്ച അടുത്ത ചിത്രമായിരുന്നു ഓഗസ്റ്റ് 4 തിയേറ്ററുകളിലെത്തിയ നഗരങ്ങളിൽ ചെന്ന് രാപ്പാർക്കാം. ജയറാമും ശ്രീനിവാസനും തുല്യ പ്രാധാന്യമുള്ള വേഷങ്ങൾ കൈകാര്യം ചെയ്ത ഈ ചിത്രം കോമഡിയുടെ പശ്ചാത്തലത്തിലൊരുക്കിയ ഒരു മുഴുനീള എന്റർടൈനർ ആയിരുന്നു. ശ്രീനിവാസൻ ഈ ചിത്രത്തിൽ കുഞ്ഞുകുട്ടൻ എന്ന ഒരു ഗ്രാമീണ വേഷത്തിലായിരുന്നു എത്തിയിരുന്നത്. വിജി തമ്പി സംവിധാനം ചെയ്ത ഈ ചിത്രത്തിൽ സുവർണ ആനന്ദായിരുന്നു നായിക എത്തിയത്. രഞ്ജിത്ത് തിരക്കഥാ സംഭാഷണം ഒരുക്കിയ നഗരങ്ങളിൽ ചെന്ന് രാപ്പാർക്കാം എന്നാൽ ബോക്സ് ഓഫീസിൽ വേണ്ട രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ടില്ല. അതുകൊണ്ട് തന്നെ സാമ്പത്തികമായി പരാജയപ്പെട്ട ഒരു ചിത്രമായിരുന്നു നഗരങ്ങളിൽ ചെന്ന് രാപ്പാർക്കാം. സുരേഷ് ഗോപി താരതമ്യേന വളരെ ചെറിയൊരു റോളിലെത്തിയ ഈ ചിത്രത്തിൽ ജഗതി ശ്രീകുമാർ, നെടുമുടി വേണു, തിലകൻ, ഇന്നസെന്റ്, ജനാർദ്ദനൻ തുടങ്ങി നിരവധി താരങ്ങൾ അണിനിരന്നിരുന്നു. പ്രതീക്ഷ പിക്ചേഴ്സ് നിർമ്മിച്ച ഈ ചിത്രത്തിന്റെ സംഗീത സംവിധാനം രവീന്ദ്രനായിരുന്നു നിർവഹിച്ചിരുന്നത്. ആകെ സമ്മറി നോക്കുമ്പോൾ 89-ൽ ശ്രീനിവാസൻ അഭിനയിച്ച 6 ചിത്രങ്ങളിൽ 3 ചിത്രങ്ങൾ ആവറേജ് വിജയം കൈവരിച്ചു, 3 ചിത്രങ്ങൾ പരാജയങ്ങളായി മാറി. അതുകൊണ്ട് തന്നെ സക്സസ് റേഷ്യോ വെറും 25% ആണ്. ഇത്രയുമാണ് 89-ൽ ശ്രീനിവാസൻ അഭിനയിച്ച ചിത്രങ്ങളെ കുറിച്ചുള്ള വിശകലനങ്ങൾ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷന് വേണ്ടി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. മറ്റൊരു വിഷയവുമായി അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ നന്ദി, നമസ്കാരം.